അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതാ മേനോന്റെ ഹർജിയിൽ കക്ഷി ചേരണമെന്ന അൻസിബയുടെ ഹർജി തള്ളി. എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് നടപടി. കേസിൽ കക്ഷി ചേരാൻ അൻസിബയ്ക്ക് അവകാശമില്ല എന്നായിരുന്നു ശ്വേതയുടെ വാദം. നട്രാജ് പരശുറാം വിശദാംശങ്ങളുമായി. നട്രാജ്, അങ്ങനെയെങ്കിൽ കേസിൽ കക്ഷി ചേരാൻ അൻസിബയ്ക്ക് അവകാശമില്ല എന്ന ശ്വേതയുടെ വാദം അംഗീകരിക്കുകയാണ് കോടതി ചെയ്തത്. എന്താണ് കോടതിയിൽ ഉണ്ടായത്? ഇക്കാര്യത്തിൽ അൻസിബയുടെ ഹർജി തള്ളുന്നു എന്ന കാര്യം മാത്രമാണ് കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. എന്ത് കാരണങ്ങളാലാണ് ഇത് തന്നുള്ളത് എന്നുള്ള കാര്യമൊക്കെ തന്നെ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അല്പസമയം മുമ്പാണ് ഹർജി തള്ളുന്നു എന്ന പ്രസ്താവന കോടതിയിൽ നിന്നുണ്ടായത്. നമുക്കറിയാവുന്ന പോലെ ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് ശേഷം ഏറ്റവും വിവാദമായ കാര്യങ്ങളിലൊന്ന് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ രൂപീകരണമാണ്. ഈ രമേശ് പിഷാരയുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി രൂപീകരിച്ചത് ബൈലോ പ്രകാരം തെറ്റാണെന്നും അത്തരമൊരു കമ്മിറ്റി സ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഉൾപ്പെടെയുള്ള വാദങ്ങൾ ശ്വേതാ മേനോൻ നിരത്തിയിരുന്നു. ഇതിൽ തനിക്ക് ചിലത് പറയാനുണ്ടെന്നും തന്നെ കക്ഷി ചേർക്കണമെന്നുമാണ് നടി അൻസിബ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനെ ശക്തമായി ശ്വേത എതിർക്കുന്നു നമ്മൾ കണ്ടതാണ്. തന്നോടുള്ള വ്യക്തി വൈരാഗ്യം മൂലമാണ് അൻസിബ ഇക്കാര്യത്തിൽ കക്ഷി ചേരാൻ ആവശ്യപ്പെടുന്നതെന്നും അൻസിബ ഇതിൽ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ അൻസിബയ്ക്ക് ഇതിൽ റോളില്ല എന്നുമാണ് ശ്വേതയുടെ വാദമുണ്ടായിരുന്നത്. ഈ വാദം ഒരർത്ഥത്തിൽ കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് എന്താണ് എന്നുള്ളത് കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് കയ്യിൽ ലഭിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അൻസിബയെ കക്ഷി ചേർക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം നടിയെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടിയാണ്. എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കോടതിയുടെ ഉത്തരവിൽ നിന്നാകും വ്യക്തമാവുക. ഇപ്പോൾ അൻസിബയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് മുൻസിഫ് കോടതിയിൽ നിന്നുണ്ടായത്. വിശദാംശങ്ങൾ നൽകിയത് നട്രാജ് പരശുറാം. മറ്റു വാർത്തകളിലെ